തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീടിന് നേരെ ആക്രമണം. വീടിന് സമീപത്ത് പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു. ഭിന്നശേഷിക്കാരനായ രാജശേഖരന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്ത ആക്രമികൾ രാജശേഖരന്റെ മകന്റെ ബൈക്കും നശിപ്പിച്ചു. കാഞ്ഞിരംകുളം പോലീസ് കേസെടുത്തു. ഇവരുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് എത്തിച്ചിരിക്കുകയാണ്. പ്രശാന്ത്, എപ്പോഴായിരുന്നു ഈ ഒരു അതിക്രമം ഉണ്ടായത്? പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ്? ഇന്ന് പുലർച്ചയോടുകൂടിയാണ് നെയ്യാറ്റിൻകര കോട്ടുകാൽ കോണത്ത് സമീപത്ത് വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. ഒരു നിർത്തിയിട്ട വാഹനമടക്കം ഓട്ടോറിക്ഷ അടക്കം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട്, അതായത് അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീടിന് നേരെ വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. അതോടൊപ്പം തന്നെ ബൈക്ക്, ഇരുചക്ര വാഹനം നശിപ്പിച്ചു. അങ്ങനെ തുടങ്ങിയ രീതിയിലായിരുന്നു ഗുണ്ടകളുടെ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം ഉണ്ടായിരിക്കുന്നത്. ഇത് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര കോട്ടുകാൽ കോണത്തിന് സമീപത്തായിട്ടാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ഒരു ശരീരത്തിന് സുഖമുള്ള ഒരു വ്യക്തിയുടെ ഓട്ടോറിക്ഷയാണ് അടിച്ചു തകർത്തത്. രാജശേഖരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഗോപൻ എന്ന് വിളിക്കുന്ന രാജശേഖരന്റെ മാനസി എന്ന വീട്ടിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഈ രക്തക്കറകൾ വീടിന്റെ ഭിത്തിയിൽ തേച്ചു പുരട്ടുകയും ഭീതി പരത്തുന്ന രീതിയിൽ, പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒക്കെ ഈ ഗുണ്ടകൾ ചെയ്തു. ഇതിന് കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇന്ന് പുലർച്ചയോടുകൂടി തന്നെയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. എന്തായാലും പോലീസിൽ ഈ കുടുംബം പരാതി നൽകി. ഈ അക്രമ സംഭവങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത് ഇന്ന് പുലർച്ചയോടുകൂടി തന്നെയാണ്. വീടിന്റെ ജനച്ചില്ലകൾ അടിച്ചു തകർക്കുന്നു, ഇരുചക്ര വാഹനം അടിച്ചു തകർത്തു. അതോടൊപ്പം തന്നെ ഈ രാജശേഖരന്റെ മകന്റെ വാഹനവും ഇരുചക്ര വാഹനവും ഓട്ടോറിക്ഷയും എല്ലാം ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ തള്ളി തകർക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ തന്നെ ഇവർ ഈ സാമൂഹ്യ വിരുദ്ധർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ കാഞ്ഞിരംകുളം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. സ്ഥലത്ത് പോലീസ് എത്തി വിവരശേഖരണം അടക്കം നടത്തിയിട്ടുണ്ട്. KP. ഇത് പുലർച്ചെയാണ് ഈ ഒരു അതിക്രമം നടന്നത്. എന്നാൽ ഇതുവരെയും ഈ അക്രമികളെ സാമൂഹ്യ വിരുദ്ധരെ പിടികൂടാനോ നടപടി സ്വീകരിക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.